സമഗ്രമായ ഓർമ്മകളുടെയും സന്തോഷത്തിന്റെയും നാളുകളാണ് ഓണക്കാലം. എന്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇത് UK മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോയിലെയുമാണ്. കൂടെയുള്ളത് ഞാൻ ജൂലി ഗണപതി. നല്ല കുറെ ഓർമ്മകളും ഓണവിശേഷങ്ങളും കുറച്ച് പാട്ടുകളൊക്കെ ആയിട്ട് വളരെ മനോഹരമായ വ്യക്തിത്വം ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. ചലച്ചിത്ര പിന്നണി ഗായകനും നടനുമായ ശ്രീ രാകേഷ് ബ്രഹ്മാനന്ദനാണ് ഇന്ന് നമ്മുടെ മുഖ്യ അതിഥി. രാകേഷിനെ വളരെ സ്നേഹത്തോടെ ഹൃദയപൂർവ്വത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം എല്ലാ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു ഓണവും ആശംസിക്കുന്നു. ഹലോ, എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഞാൻ ഗായകൻ രാകേഷ് ബ്രഹ്മാനന്ദൻ. ഒരുപാട് സന്തോഷമുണ്ട് UK മലയാളികളോടൊപ്പം ഈ ഓണക്കാലം എനിക്ക് ചെലവഴിക്കാൻ സാധിക്കുന്നതിൽ. തീർച്ചയായിട്ടും റേഡിയോ ലൈമിന്റെ ഹൃദയപൂർവ്വം വിത്ത് ജൂലി ഗണപതി എന്ന പരിപാടിയിൽ ഗസ്റ്റായിട്ട് വരാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക്സ് ഫോർ ദ ഇൻവിറ്റേഷൻ. നമുക്ക് കുറച്ച് ഓണ വിശേഷങ്ങളും മറ്റു വിശേഷങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോവാം അല്ലേ? അതെ, പറഞ്ഞും പാടിയും പോകാം. അപ്പോ നമുക്ക് നല്ലൊരു ഓണപ്പാട്ടോട് കൂടി തുടങ്ങാം. അതല്ലേ അതിന്റെ ഒരു ഐശ്വര്യം. വെള്ളാരപ്പൂമലമേലേ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശ പൊന്മുടി ചൂടി മുകിലാരപ്പട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ മനോഹരമായ ഒരു പാട്ടാണത്. എനിക്ക് പെട്ടെന്ന് ആ സിനിമയിലെ വിഷ്വൽസ് ഒക്കെ ഇങ്ങനെ മനസ്സിൽ തെളിഞ്ഞു. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു പാട്ടാത്. പകരം വയ്ക്കാനാകാത്ത സ്വരമാധുരിയുടെ ഉടമയായ മലയാള സിനിമയിലെ അനശ്വര ഗായകനായ ശ്രീ KP ബ്രഹ്മാനന്ദന്റെ മകനാണ് രാകേഷ് ബ്രഹ്മാനന്ദൻ എന്ന് എല്ലാവർക്കും അറിയാം. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് രാകേഷിനെ ഇന്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞതിൽ. ബ്രഹ്മാനന്ദ സാറിന്റെ പാട്ടുകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. രാകേഷിന് അച്ഛന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? തീർച്ചയായിട്ടും ജൂലി, അച്ഛന്റെ മകനായി ജനിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ഇത്രയും സ്നേഹനിധിയായ അച്ഛൻ, ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, അങ്ങേയറ്റം ബഹുമാനിക്കുന്ന, എനിക്ക് ഒരുപാട് തവണ അത്ഭുതം തോന്നിയ ഒരു മഹാനായ കലാകാരനാണ് എൻ്റെ അച്ഛൻ. അച്ഛൻ അത്രത്തോളം സൃഷ്ടികൾ അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ഓരോ പ്രാവശ്യവും ആ പാട്ടുകളൊക്കെ ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നിയിട്ടുള്ളത്. ആ പാട്ട് നൽകുന്ന ഒരു അനുഭവം അങ്ങനെ ചുരുങ്ങിയ വാക്കുകൾ പറയാൻ പറ്റുന്നതല്ല. അത് അനുഭവിക്കേണ്ടതാണ്, അനുഭവിച്ച് അറിയേണ്ടതാണ്. അങ്ങനെ ഒരു മഹാനായ സംഗീതജ്ഞന്റെ മകനായി ജനിച്ചു എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് തോന്നുന്നത്. അച്ഛൻ്റെ പാട്ടുകളൊക്കെ എനിക്കിഷ്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ പാട്ടും ഓരോ രീതിയിൽ വ്യത്യസ്തമാണ്. അത് പാടി നോക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൽ എത്രത്തോളം ആത്മാർത്ഥമായി ആ സംഗീതത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അച്ഛൻ എന്നോട് പറയാറുണ്ട്, എടാ, ഒരു ഗായകന്റെ ജോലി എന്ന് പറയുന്നത് തനിക്ക് കിട്ടുന്ന പാട്ടുകളിലേക്ക് തന്റെ ജീവന്റെ ഒരംശം സന്നിവേശിപ്പിച്ചിട്ട് അതിനെ ഒരു പുതിയ ജീവനിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. എനിക്കത് വളരെയധികം ചിന്തകൾ കൊണ്ടുവന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു തിരിച്ചറിവായിരുന്നു അത്. അച്ഛൻ പാടിയിട്ടുള്ള എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. എങ്കിലും ഞാൻ ആദ്യം പാടി തുടങ്ങിയത് നീലനിശീധിനി എന്നുള്ള ഗാനമാണ്. അപ്പോൾ അത് പാടാം, രണ്ടുപേരി. നീലനിശീധിനി നിന്മണി മേടയിൽ നിദ്രാവിഹീനയായി നിന്നു, നിന്മലർവാടിയിൽ നീറുമോരോർമ്മ പോൽ നിർമ്മലേ ഞാൻ കാത്തു നിന്നു ഞാൻ കാത്തു നിന്നു. വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പാട്ട്. ശരിക്കും ഞാൻ ഈ പാട്ട് രാകേഷിനെ കൊണ്ട് പാടിക്കാൻ വെച്ചിരുന്നൊരു പാട്ടാണ് കേട്ടോ. എന്തായാലും രാകേഷ് പാടി. താങ്ക് യു സോ മച്ച്. രാകേഷ് പറഞ്ഞതുപോലെ ആ അച്ഛന്റെ മകനായി പിറക്കുക എന്ന് പറയുന്നത് ഒരു പുണ്യം തന്നെയാണ്. രാകേഷ് ചെന്നൈയിലല്ലേ സെറ്റിലായിരിക്കുന്നത്? അപ്പോ എല്ലാ വർഷവും ഓണം അവിടെയാണോ അതോ നാട്ടിലാണോ? ജോലിക്ക് അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എപ്പോഴൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു, ജോലിക്കായിട്ടോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ടോ ഒക്കെ മാറി നിൽക്കുന്നു, അപ്പോൾ ശരിക്കും നമ്മൾ തിരിച്ചറിയും നമ്മുടെ നാട്ടിന്റെ മഹിമ അല്ലേ? നാടിന്റെ പ്രകൃതിയും ഭക്ഷണ സംസ്കാരവും പിന്നെന്താണ് നാട്ടുകാരും ഇവിടുത്തെ എല്ലാം. ഞാൻ വളരെ സന്തോഷവാനാണ് ഒരു മലയാളിയായി ജനിച്ചു എന്ന കാര്യത്തിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കാര്യം. ഈ ഓണം വന്നാൽ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും
നമ്മൾ ഉടുക്കുന്ന വസ്ത്രങ്ങളും ഒക്കെ തന്നെ വളരെ യുണീക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പറ്റുമ്പോഴൊക്കെ ഓണത്തിന് നാട്ടിൽ വരാറുണ്ട്. പിന്നെ മിക്കവാറും പ്രോഗ്രാംസ് നാട്ടിലൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പം അതിൻ്റെ കൂടെ നാട്ടിലേക്ക് വന്ന് അമ്മയടുത്തോ അല്ലെങ്കിൽ വൈഫിൻ്റെ വീട്ടിലൊക്കെ ഞങ്ങൾ കൂടാറുണ്ട്. പിന്നെ എന്താണ് പ്രയോറിറ്റി എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നാട്ടിൽ ഓണം കൂടുന്നത് തന്നെയാണ് ഇഷ്ടം. ചിലപ്പോഴത് പറ്റാറില്ല. ചിലപ്പോൾ നമ്മൾ ചെന്നൈയിൽ തന്നെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ കൂടി അതങ്ങ് ആഘോഷിക്കും. അതെ, എനിക്ക് നന്നായിട്ട് അറിയാം. ഇത്തരം ഉത്സവങ്ങളും വലിയ ആഘോഷങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മുടെ വീടും നാടും ഒക്കെ നമ്മളറിയാതെ നമ്മളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. ഓരോ പ്രവാസിയുടെയും സുഖമുള്ള വേദനയുടെ ഗൃഹാതുരതയാണ് അതൊക്കെ. ഇപ്പോൾ ഓണമാകുമ്പോൾ അല്ലെങ്കിൽ ഓണമെന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്ന ചില ഓർമ്മകളുണ്ടാകും അല്ലേ? രാകേഷിന്റെ മനസ്സിൽ എപ്പോഴും തെളിയുന്ന ഓർമ്മകൾ എന്തൊക്കെയാണ്? എനിക്ക് 13 വയസ്സുള്ളപ്പോഴാണ് ചെന്നൈയിൽ നിന്ന് താമസം മാറി ഞങ്ങൾ തിരുവനന്തപുരത്ത് കടയ്ക്കാവൂര് നിലയ്ക്കാമുക്ക് എന്നറിയപ്പെടുന്ന അച്ഛന്റെ ഗ്രാമത്തിലേക്ക് എത്തുന്നത്. ഭജനമഠം, അവിടെയാണ് അച്ഛന്റെ തറവാടുള്ളത്. സ്നേഹസമ്പന്നരായ നാട്ടുകാര്. പ്രകൃതി എന്നൊക്കെ പറഞ്ഞാല് നമുക്ക് ഒരിക്കലും അവിടുന്ന് വരാൻ തോന്നാത്ത വിധം ഭംഗിയുള്ള പ്രകൃതി. തോടും വയലുകളും കായലും ഒക്കെ, ശുദ്ധമായ വെള്ളം, ശുദ്ധമായ കാറ്റ്. നേരത്തെ പറഞ്ഞ പോലെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന നാട്ടുകാര്. അച്ഛന്റെ തറവാട്ടിലെ അച്ഛന്റെ സഹോദരിമാരും ചുറ്റും, പിന്നീട് അച്ഛന്റെ ജ്യേഷ്ഠന്മാരൊക്കെ ചുറ്റും തന്നെയായിരുന്നു താമസം. മറ്റു ബന്ധുക്കള്, നാട്ടുകാര്. എനിക്ക് ഒരിക്കലും അവിടെ മതമുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. കാര്യം അത്രയും സ്നേഹം ഇങ്ങനെ നമ്മളിലേക്ക് ഒഴുകി വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. ആര് നമ്മളോട് സംസാരിച്ചാലും എല്ലാവരും ഒരുമിച്ച് നിൽക്കുക, കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യുക, എല്ലാവരുടെയും പ്രശ്നങ്ങളെ ഒരുമിച്ച് നിന്ന് തീർക്കുക, എല്ലാവരുടെയും സന്തോഷങ്ങളെ പങ്കിടുക. അങ്ങനെയൊക്കെ ആയിരുന്നു ആ നാട്. അവിടെ ഒരു അമ്പലമുണ്ട്, ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രം. അവിടുത്തെ ഉത്സവങ്ങൾക്ക് ജാതി മത ഭേദമന്യേ എല്ലാവരും ചേർന്ന് അതിനെ വിജയിപ്പിക്കുക, ആഘോഷിക്കുക. ഓണം വന്നാലും അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഗ്രാമത്തില് കുറെ കാലം ചെലവഴിക്കാൻ സാധിച്ചു എന്നറിയുന്നതാണ്, എന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അത്തം മുതൽ ഞങ്ങള് പൂക്കളമിട്ട് തുടങ്ങും. പിന്നെ ഊഞ്ഞാല്, പലഹാരങ്ങള്, സുഹൃത്തുക്കളുമായുള്ള ഇങ്ങനെ നാട് കാണല്, പിന്നെ ഈ ഓണ പരിപാടികളിൽ പങ്കെടുക്കുക, നാടകം, ബ്രേക്ക് ഡാൻസ്, പിന്നെ ഈ ഓണ മത്സരങ്ങൾ ഒക്കെ പങ്കെടുക്കുക. അതൊക്കെ എനിക്ക് എൻ്റെ അനിയത്തിക്കും ഒക്കെ പുതിയൊരു അനുഭവമായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ ഓണക്കാലം. പിന്നെ ഈ പലഹാരങ്ങൾ, ആ നാട്ടിലെ പ്രത്യേകതയുള്ള ചില വിഭവങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കൃത്യമായിട്ട് ഞങ്ങളുടെ വീട്ടിലെത്തുമായിരുന്നു. കാരണം അവിടെ അങ്ങനെയാണ്, എല്ലാ വീട്ടിലും പലഹാരം ഉണ്ടാക്കും, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അത് കൊണ്ടു കൊടുക്കും. ഈവൻ അവിടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞങ്ങൾക്കൊക്കെ പണ്ട് ചെന്നൈയിലായിരുന്നപ്പോൾ ഒരു ദിവസമായിരുന്നു ഓണം. ഓണത്തിന്റെ സദ്യ കഴിഞ്ഞാൽ പിന്നെ ഓണം കഴിഞ്ഞു. ഇവിടെ അങ്ങനെയല്ല. ഓണം ശരിക്കും പറഞ്ഞാൽ ഉത്തരാടത്തിന് തുടങ്ങിയാൽ ഉത്തരാട വിളക്ക്, പിറ്റേ ദിവസം ഓണം, പിന്നെ ഇതിങ്ങനെ ഒരു 28 ദിവസം ഇങ്ങനെ നീണ്ടു നിൽക്കും. എല്ലാ വീടുകളിലും ആഹ്ലാദമാണ്, സന്തോഷമാണ്. പല ബന്ധുക്കളും വന്നു പോകുമ്പം അവരെയൊക്കെ കാണാൻ കിട്ടുന്ന അവസരം, അങ്ങനെയൊക്കെ ആയിരുന്നു. നല്ല ഓർമ്മകൾ. ഞാനൊരു കഥ പോലെ കേട്ടിരുന്നു. രാകേഷിനോട് സംസാരിക്കുമ്പോൾ അച്ഛനെ കുറിച്ച് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. മലയാള സിനിമാ ഗാനങ്ങളുടെ വസന്തകാലത്ത് ഒരു വസന്തമായിരുന്നു KP ബ്രഹ്മാനന്ദൻ എന്ന ഗായകൻ. അദ്ദേഹത്തിന്റെ ജീവിതം ഏതൊക്കെ രീതിയിൽ രാകേഷിനെ സ്വാധീനിച്ചിട്ടുണ്ട്? അച്ഛന്റെ ജീവിതവും ജീവിത ശൈലിയും എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അച്ഛന്റെ ഭാഷ. എവിടെ സംസാരിക്കണം, എവിടെ സംസാരിക്കാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ അച്ഛന് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരുന്നു. ഒരു സംസാരത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ, അതിന്റെ തോതും അച്ഛന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛന്റെ സൗഹൃദങ്ങളൊക്കെയും എക്കാലവും നിലനിന്നിരുന്നു എന്നുള്ള കാര്യമാണ് അതിനകത്ത് എടുത്തു പറയേണ്ടത്. ആരോടും പരിഭവമോ ദേഷ്യമോ കാണിക്കാറില്ല. വളരെ പച്ചയായ മനുഷ്യൻ. പിന്നെ സംഗീതം, അതിനകത്ത് അച്ഛന് കൃത്യമായ ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റാൽ വാക്കിംഗ് പോവുക, അത് കഴിഞ്ഞ് ഒന്ന് കുളിച്ച് ജപിക്കുക, അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് സാധകം ചെയ്യുക. ഇത് എല്ലാ ദിവസവും ഞാൻ കണ്ടിരുന്നതാണ്. അതൊക്കെ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അമ്മ നല്ലൊരമ്മയാണ്, സ്നേഹനിധിയായ അമ്മ എന്നെ ഒരുപാട് എൻ്റെ ക്യാരക്ടർ ഫോർമേഷൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പോസിറ്റീവ്ലി. തീർച്ചയായിട്ടും എന്ത് ശരിയാണ്, എന്ത് ശരിയല്ല എന്ന കാര്യത്തിൽ നമുക്ക് തിരിച്ചറിയാനും അത് എന്നെ സ്വാധീനം ചെലുത്തിയിരുന്നു. കുട്ടിക്കാലം ചെന്നൈയിലായിരുന്നല്ലോ. അപ്പോൾ വീട്ടിലേക്ക് വരുന്ന അതിഥികൾ എല്ലാവരും വളരെ പ്രശസ്തരായ ആളുകളായിരുന്നു. ജയചന്ദ്രൻ സാറ്, മറ്റു മ്യൂസിക് ഡയറക്ടേഴ്സ്. ഇൻഫാക്ട് അച്ഛനൊരു ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു, രാഗം ഓർക്കസ്ട്ര. ആ ഓർക്കസ്ട്രയിലെ ഒരു പ്രധാനപ്പെട്ട കീബോർഡ് പ്ലെയർ റഹ്മാൻ സാറായിരുന്നു. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ എനിക്കുണ്ട്. വീട്ടിലെ പ്രാക്ടീസും അച്ഛനോടൊപ്പം പ്രോഗ്രാമിന് പോകുന്നതും അവിടുത്തെ ഓർമ്മകളും മ്യൂസിഷ്യൻസായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതും
ഇത് കണ്ടു പഠിക്കലും ഒക്കെ. അങ്ങനെ കുറേ കാര്യങ്ങൾ അന്ന് നടന്നിട്ടുണ്ട് അച്ഛനോടൊപ്പം നടന്നപ്പോൾ. അതായിരുന്നു എൻ്റെ കുട്ടിക്കാല ട്രെയിനിങ് പീരീഡ്. ചെറുതിലെ തന്നെ ഒരു ചിട്ടയായ ജീവിതം ശീലിച്ചെടുക്കുക എന്നതൊരു ഭാഗ്യമാണ്. ഒരു വലിയ ഗായകന്റെ മകൻ എന്ന നിലയിൽ ആദ്യകാലങ്ങളൊക്കെ രാകേഷ് പാടുമ്പോൾ കമ്പയർ ചെയ്യപ്പെടുമായിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു ഏത് മേഖലയിലുള്ള പ്രഗത്ഭരുടെ മക്കൾക്കും ഈ ഒരു കമ്പാരിസൺ വരാറുണ്ട്. അതിനെയൊക്കെ മറികടക്കാൻ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട്? താങ്ക് യു ജൂലി ഫോർ ആസ്കിംഗ് ദിസ് വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. ഇറ്റ്സ് റിയലി എ വാലിഡ് ക്വസ്റ്റ്യൻ. തീർച്ചയായിട്ടും കമ്പാരിസൺ ഉണ്ട്. അതിനെ ഓവർകം ചെയ്യാൻ അത്ര എളുപ്പവുമല്ല. കാരണം എന്താണെന്ന് പറയാം. പൊതുവേ ഒരു ധാരണയുണ്ട്, പ്രശസ്തരായ അച്ഛൻ അമ്മമാരുടെ മക്കള് അല്ലെങ്കിൽ അവർക്ക് ഈസിയാണ് കാര്യങ്ങൾ എല്ലാം വിളമ്പിക്കൊടുക്കപ്പെടും, സ്വീകരിക്കപ്പെടും, അംഗീകരിക്കപ്പെടും എന്നുള്ളത്. ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം, നമ്മളിത് സെർവ് ചെയ്യുന്നത് ജനങ്ങൾക്കാണ്. ജനങ്ങൾക്ക് അറിയാം എന്താണ് നല്ലത്, എന്താണ് നല്ലതല്ലാത്തത്, അല്ലെങ്കിൽ എന്താണ് ക്വാളിറ്റി ഉള്ളത്, എന്താണ് ക്വാളിറ്റി ഇല്ലാത്തതെന്ന് അവർക്കറിയാം. അവരെ നമുക്ക് പറ്റിക്കാൻ പറ്റില്ല. ഇനി എന്തൊക്കെ ഒരാളെ പുഷ് ചെയ്താലും ടാലന്റ് ഉണ്ടെങ്കിലേ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. ടാലന്റ് പ്ലസ് നമ്മുടെ മറ്റു കുറേ അനുബന്ധ കാര്യങ്ങളുണ്ട്. ഒരു ടോട്ടലി ഒരു സ്മാർട്ട് വർക്ക് അതുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവരൊക്കെ കൊഴിഞ്ഞു വീഴാറുണ്ട്. അതിന് എത്ര വലിയ അച്ഛൻ്റെ മകനായാലും പ്രതിഭ ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരാൾ കുറച്ചു കാലമെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ചില നല്ല ഫാക്ടേഴ്സ് അയാൾക്കുള്ളത് കൊണ്ടായിരിക്കാം അയാൾ നിൽക്കുന്നത്. അപ്പോൾ ദിസ് ഇസ് മൈ പോയിന്റ്. വെൻ ഇറ്റ് കംസ് ടു എന്താ പറയുക, ഒരു വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു മാർക്കറ്റ് സ്പേസ് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സിന് മാത്രമേ സ്പേസ് ഉള്ളൂ. അപ്പം ആ ക്വാളിറ്റിയിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ചാലഞ്ച്. അവിടെ അച്ഛനോ അമ്മയോ ഒന്നും വിഷയമല്ല. ഇനിഷ്യലി നമുക്കൊരു പുഷ് കിട്ടുമായിരിക്കും, പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഡെഫിനറ്റ്ലി വി ഹാവ് ടു ഡു അവർ വർക്ക് ഇൻ അവർ ഓൺ വേ. നമുക്ക് നമ്മുടെ ടാലന്റ് കൊണ്ട് ഇംപ്രസ് ചെയ്യിക്കണം. നമ്മുടെ ടാലന്റ് ജെന്യുവൻ ആണെന്ന് ഇവർക്ക് തോന്നിയാൽ മാത്രമേ അവർ നമ്മളെ വിളിച്ച് പാടിക്കോ അല്ലെങ്കിൽ അഭിനയിപ്പിക്കുക അല്ലെങ്കിൽ വോട്ടവാ. ബ്രഹ്മാനന്ദന്റെ മകനാണ്, അവന് താളമില്ല, ശ്രുതിയില്ല, സാരമില്ല, അവൻ പാടിക്കോട്ടെ ഒന്നും ആരും പറയില്ല. പാടി മോശമായാൽ മോശമായെന്നേ പറയുള്ളൂ, നന്നായാൽ നന്നായെന്നേ പറയുള്ളൂ. മോശമായി പോയ ആളിന്റെ കാര്യം തീർന്നു അല്ലേ? ആ അച്ഛന്റെ മകൻ എന്നത് ഒരു വലിയ ഉത്തരവാദിത്വമല്ലേ? തീർച്ചയായിട്ടും വലിയൊരു ഉത്തരവാദിത്വമാണത്. പലപ്പോഴും നമുക്ക് സ്ട്രെസ്ഡ് ഔട്ട് ആവാനുള്ള സകല സാധ്യതയുള്ള ഒരു സ്പേസ് ആണത്. അച്ഛനോളം പാടുന്നില്ല, അല്ലെങ്കിൽ മറ്റ് കമ്പാരിസൺസ് ഒക്കെ ഉണ്ടാവും. അച്ഛനായിരുന്നു ബെറ്റർ, മോൻ പോരാ എന്നൊക്കെ നമുക്ക് കേൾക്കാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു സ്പേസ് ആണത്. പക്ഷേ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടേതായ, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, എഫേർട്ട് ഇട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെതായ മാറ്റം ഉണ്ടാവും. അത് തീർച്ചയായും തിരിച്ചറിയപ്പെടും എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അത് തിരിച്ചറിയുന്നവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കും, നമ്മളെ സപ്പോർട്ട് ചെയ്യും. അതെ അതെ, തീർച്ചയായും. രാകേഷിന്റെ സ്വപ്നമായിരുന്നോ ഒരു ഗായകനാകുക എന്നത്? ഒരു പാട്ടുകാരനാകണം എന്നുള്ള തീരുമാനമൊന്നും ഇല്ലായിരുന്നു. എനിക്ക് വിദേശത്ത് പോയി ഒരു കോർപ്പറേറ്റ് ലൈഫാണ് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ എനിക്ക് വന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്, ഞങ്ങൾ നാട്ടിലേക്ക് താമസം മാറിയപ്പോൾ ആ സമയത്ത് ഇറങ്ങിയ ഒരു തമിഴ് പടത്തിലെ പാട്ടുകൾ കേട്ടിട്ടാണ് എനിക്ക് കൂടുതൽ താല്പര്യം തോന്നിയത്. ഒരു ഇതെന്താണ്, എന്തുകൊണ്ട് ഇത് എന്നെ ഏറെ സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ. അതിനു മുമ്പ് പാട്ടുകളൊക്കെ ഇഷ്ടമാണ്. ഞാൻ ഒരു ഹാർഡ് കോർ ഇളയരാജ ഫാനാണ്. പക്ഷെ റഹ്മാൻ സാറിന്റെ എൻട്രി, റോജ എന്ന സിനിമയിലൂടെ, അദ്ദേഹത്തിന്റെ എൻട്രിയിലൂടെ ഐ ബിലീവ് ലോട്ട് ഓഫ് യങ്സ്റ്റേഴ്സ് ഹാവ് ഗോട്ട് ഇൻസ്പയർഡ്. അവരുടെ ലൈഫിന്റെ ഒരു പുതിയ ട്രാക്ക് തന്നെ അദ്ദേഹം ഇൻഡയറക്ട്ലി ഓപ്പൺ ചെയ്ത് കൊടുത്ത ഒരാളാണ്. അതിൽപ്പെടുന്ന ഒരു മ്യൂസിക് ലവർ ആയിരുന്നു ഞാൻ, ഹൂ ചേഞ്ച്ഡ് ഫ്രം എ മ്യൂസിക് ലവർ ടു എ മ്യൂസീഷ്യൻ. അതിന്റെ കാരണം റഹ്മാൻ സാറാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ നമ്മളിലേക്ക് ഏൽപ്പിച്ച ആ ഒരു ഇമ്പാക്ട്. റഹ്മാൻ സാറിന്റെ പാട്ടുകൾ ഒരുപാട് കേൾക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ഡിസ്കഷൻസിനൊക്കെ പോയിരിക്കുകയും അറിയാവുന്ന മ്യൂസീഷ്യൻസിൻ്റെ ഒക്കെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയൊക്കെ ചെയ്തപ്പോൾ താല്പര്യം കൂടി വരികയും, അന്നൊക്കെ എനിക്കൊരു മ്യൂസിക് കമ്പോസർ ആകണമെന്നുള്ളൊരാഗ്രഹമായിരുന്നു. അതായിരുന്നു ലക്ഷ്യം. കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പഠിച്ച സ്കൂളുകളിൽ, നേരത്തെ പറഞ്ഞ പോലെ കോളേജിലൊക്കെ സംഗീത പരിപാടികൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ ഓർക്കസ്ട്ര അവിടെ എത്തിക്കുമായിരുന്നു മറ്റു കുട്ടികൾക്ക് പാടാനായി. അതൊക്കെ പാടി തുടങ്ങിയപ്പോഴാണ് ഓക്കെ എനിക്ക് കുറച്ച് പാടാൻ പറ്റുമെന്ന് തോന്നിയതും. പിന്നീട് അന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് റഹീം എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട് ചെമ്പഴന്തി ട്രിവാൻഡ്രത്ത്. അദ്ദേഹം എന്നെ കോളേജിൽ പാടുന്നത് കേട്ടിട്ട് എന്നെ അദ്ദേഹത്തിന്റെ ഒരു ക്ലബ്ബ്, ഭഗത് സിംഗ് ക്ലബ്ബാണെന്ന് തോന്നുന്നു, അവിടെ എനിക്ക് ഒരു പ്രോഗ്രാം തന്നു. അതാണ് എൻ്റെ ആദ്യത്തെ പ്രോഗ്രാം, പൈസ കിട്ടുന്ന. അപ്പൊ എൻ്റെ കൂടെ അന്ന് പാടിയത്
അതായത് ഞാനൊരു പാട്ട് പാടും, ബാക്കി സിംഗേഴ്സിനെ അച്ഛൻ്റെ കൂടെ പാടുന്ന പ്രൊഫഷണൽ സിംഗേഴ്സിനെ കൊണ്ട് പാടിക്കുമായിരുന്നു. അന്ന് എന്നോടൊപ്പം പാടിയ ഇന്നത്തെ ഒരു വലിയ ഗായകനാണ് അൻവർ സാദത്ത്. അൻവർക്കാണ് അന്ന് എൻ്റെ കൂടെ കൂടുതൽ പാട്ടുകൾ പാടിയിരുന്നത്. പിന്നെ വീണ ഹരിദാസ് ഉണ്ടായിരുന്നു. അവരൊക്കെ ഇന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള പ്ലേ ബാക്ക് സിംഗേഴ്സൊക്കെയാണ്. അപ്പം അന്ന് ഇവരൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്യായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കാശ് കിട്ടുമായിരുന്നു. അങ്ങനെ ഒരു രസം തോന്നി. അന്നത്തെ അത്യാവശ്യം വട്ടച്ചെലവുകളൊക്കെ നടക്കുമായിരുന്നു. പിന്നീട് അമ്പലങ്ങളിൽ ചിറയൻകീഴ് ശാർക്കര ക്ഷേത്രത്തിൽ എനിക്ക് അവിടെയൊക്കെ വലിയ പരിപാടികൾ നടക്കുന്ന അമ്പലങ്ങളാണ്. അവിടെ എനിക്ക് അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്ന സുരേഷ് ഏട്ടൻ്റെ ഒരു പ്രോഗ്രാം തന്നു. അങ്ങനെയാണ് ശരിക്കും ഗാനമേളകൾക്ക് പാടിത്തുടങ്ങുന്നത്. അതിനും തൊട്ടുമുമ്പാണ് പ്രേം നസീർ ഫൗണ്ടേഷന്റെ ഒരു പ്രോഗ്രാം ട്രിവാൻഡ്രത്ത് നടന്നു. അച്ഛൻ്റെ ഓർക്കസ്ട്രയുടെ മെമ്പേഴ്സ് ആയിരുന്നു അന്ന് പ്ലേ ചെയ്തിരുന്നത്. അതുവഴി ഞാൻ എൻ്റെ കോർപ്പറേറ്റ് ജോലിയുമായിട്ട് പെട്ടിയും തൂക്കി നടന്നപ്പോൾ അവരെ വഴിയിൽ കാണുകയും അതിൽ ജോഷിയേട്ടൻ ഇന്ന് മരിച്ചുപോയി. ജോഷിയേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞു, അല്ല രാകേഷ്, ഒരു പാട്ട് പാടിക്കൂടെ, ഇന്ന് പ്രേം നസീർ സാറിൻ്റെ പ്രോഗ്രാം ട്രിവാൻഡ്രത്ത് ടാഗോറിൽ നടക്കുന്നുണ്ട്, അപ്പോൾ പാടിക്കൂടെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ഒരു പാട്ട് പാടി. അത് പാടിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് ശരിക്കും ട്രിവാൻഡ്രത്തുള്ള കുറച്ച് പേർക്ക് മനസ്സിലായ ബ്രഹ്മാനന്ദൻ്റെ മകനാണിത്, ബ്രഹ്മാനന്ദൻ്റെ മകൻ പാടുന്നു എന്നൊക്കെ. ഞാൻ അറിയാതെ അച്ഛനെ അവർ വിളിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ കുറച്ച് പ്രോഗ്രാംസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെയ്തു. അപ്പോഴൊക്കെ കോളുകൾ അച്ഛന് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ അത് കാര്യമായിട്ട് എടുത്തില്ല. ഇവനിങ്ങനെ എന്തൊക്കെയോ പാടുന്നു എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് ഈ പ്രോഗ്രാംസ് ഇങ്ങനെ കൂടി വന്നു. അങ്ങനെ ആറ്റിങ്ങൽ വീരളം ക്ഷേത്രം, ആ ക്ഷേത്രത്തിലെ ഒരു പ്രോഗ്രാം ചെയ്തപ്പോൾ, പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ പ്രോഗ്രാം കേൾക്കാൻ വന്ന ആളുകളിൽ നിന്ന് ഒരു ചേട്ടൻ വന്ന് പറഞ്ഞു, രാകേഷ്, അച്ഛൻ അവിടെ ബാക്കിൽ വന്ന് നിന്ന് പരിപാടി കേട്ടിട്ട് പോയിരുന്നു, കണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, അയ്യോ അറിഞ്ഞില്ല ചേട്ടാ. അങ്ങനെ ഞാൻ പ്രോഗ്രാം ഒക്കെ സെറ്റിൽ ചെയ്ത് മെമ്പേഴ്സിനൊക്കെ സെറ്റിൽ ചെയ്ത് ഞാൻ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അച്ഛൻ ഇങ്ങനെ കുറച്ച് ഗൗരവത്തിലാണ്. അതിൻ്റെ പാട്ട് ഞാൻ കേട്ടു, ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കണം കേട്ടോ, അത്ര മാത്രമേ പറഞ്ഞോളൂ. ഞാൻ ഒരുപാട് ആലോചിച്ച് അച്ഛൻ എന്താ ഉദ്ദേശിച്ചതെന്ന്. ആ സമയത്ത് പാട്ടുകളൊക്കെ ഞാൻ എടുത്തു വെച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പ്രമോദനം എന്നുള്ള പാട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് എൻ്റെ ഒരു ഡെക്ക് ഉണ്ടായിരുന്നു. ഈ റെക്കോർഡ് ചെയ്യും, അന്നത്തെ കാലത്ത് ഇത് കാസറ്റ് ഇട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്ക് ഉണ്ടായിരുന്നു. അച്ഛൻ ഒരിക്കൽ ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഐവയുടെ അത് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ പ്ലേ ചെയ്തുകൊണ്ടിരുന്നപ്പം അച്ഛന് കയറി വന്നു. പെട്ടെന്ന് ഞാൻ പാടുന്ന കേട്ടിട്ട് ഇങ്ങനെ നിന്നിട്ട് പറഞ്ഞ്, ഇനി ശ്രദ്ധയോടുകൂടി പാട്ടുകൾ പാടാനുള്ളൊരു ശ്രമം നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അപ്പം മുഖമൊക്കെ കുറച്ചൊന്ന് തെളിഞ്ഞിട്ടുണ്ടായിരുന്നു, ഹാപ്പി ആയിരുന്നു. അപ്പോൾ അതെനിക്കൊരു പോസിറ്റീവ് സിഗ്നലായിട്ട് തോന്നി. ശരിക്കും അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും പാട്ടുകാരനാകണമെന്ന് എനിക്ക് ആഗ്രഹം വന്നു തുടങ്ങിയത്. പിന്നെ അതിൻ്റെതായ വഴികളിലൂടെ പോവുകയാണ് ചെയ്തത്. അച്ഛൻ അന്ന് മനസ്സിലായി മോൻ നല്ലൊരു ഗായകനായി മാറുമെന്ന്. ഒരു ഗായകനിലേക്കുള്ള യാത്ര, ആ അനുഭവങ്ങളും ഓർമ്മകളും ഒക്കെ ഇപ്പോഴും അത്ഭുതം തോന്നാറുണ്ടോ? ഒരിക്കലും ഒരു സിനിമാ പാട്ടുകാരനോ അല്ലെങ്കിൽ ഒരു സാധാരണ പാട്ടുകാരനോ ഒക്കെ ആകുമെന്ന് വിചാരിച്ചിരുന്ന ഒരാളല്ല ഞാൻ. എൻ്റെ അച്ഛനും അതിനോട് താല്പര്യമില്ലായിരുന്നു. എന്നെ മറ്റൊരു ജോലിക്ക് പറഞ്ഞയക്കണം എന്നൊക്കെയായിരുന്നു അച്ഛൻ്റെ മനസ്സിൽ. പക്ഷെ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ തീരുമാനം, അല്ലെങ്കിൽ പ്രകൃതിയുടെ തീരുമാനം എന്നൊക്കെ പറയട്ടെ, ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ഐ എം വെരി ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് അറ്റ് ദിസ് ടൈം ആൻഡ് സ്പോട്ട്. താങ്ക്സ് ടു ഓൾ ദ പീപ്പിൾ ഹു ഹെൽപ് മീ ഗെറ്റിംഗ് ഹിയർ. അച്ഛന്റെ മരണത്തിന് ശേഷം അച്ഛന്റെ അനുസ്മരണ പരിപാടികൾക്ക് പങ്കെടുക്കേണ്ടി വന്നു. അങ്ങനെ കോഴിക്കോട് ഒരു പ്രോഗ്രാം ചെയ്തപ്പോഴാണ്, അതായത് ആ പ്രോഗ്രാമിന് പോകാൻ വേണ്ടി എന്നെ വിളിച്ചത് ജി വേണുഗോപാൽ ചേട്ടനാണ്, ഗായകൻ. വേണുചേട്ടന്റെ കെയർ ഓഫിലാണ് ഞാൻ VR സുധീഷ് എന്ന എഴുത്തുകാരനെ ഞാൻ പരിചയപ്പെടുന്നത്. അദ്ദേഹം അന്ന് ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകനായിരുന്നു. ഞങ്ങളുടെ സൗഹൃദം വളർന്നു. എൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനത്തേക്ക് എൻ്റെ മനസ്സിലേക്ക് അദ്ദേഹം കടന്നു വന്നു. ഇന്നും അങ്ങനെയാണ്. അദ്ദേഹം എന്നെ ഒരു പ്രോഗ്രാമിന്, അതിനുശേഷം നടന്ന ഒരു പ്രോഗ്രാമിന് ക്ഷണിച്ചു. ആ പ്രോഗ്രാമിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതായത് മുല്ലശ്ശേരി രാജഗോപാൽ എന്നറിയപ്പെടുന്ന ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ 3ാം ചരമ വാർഷികമായിരുന്നു. നമുക്കൊക്കെ അറിയാം, ദേവാസുരം എന്ന സിനിമയിലെ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മോഹൻലാലേട്ടനാണ്. ശരിക്കുമുള്ള ക്യാരക്ടർ ഈ മുല്ലശ്ശേരി രാജഗോപാൽ എന്ന ക്യാരക്ടറായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിത കഥയാണ് സിനിമയാക്കി മാറ്റിയത് രഞ്ജിത്തേട്ടൻ. രാവിലെ ഞാൻ കോഴിക്കോടെത്തി, വൈകുന്നേരം പരിപാടിക്ക് പങ്കെടുത്തു, പാടി. ഗംഗ എന്നുള്ള പാട്ടാണ് പാടിയത് രവീന്ദ്രമാഷിന്. പാടി സ്റ്റേജ് ഞാൻ പടിയിറങ്ങുമ്പോൾ ആ പടിയിൽ തന്നെ VR സുധീഷ് ചേട്ടനും ഡയറക്ടർ ജയരാജ് സാറും ഉണ്ടായിരുന്നു. ജയരാജ് സാർ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, തന്റെ ശബ്ദം എനിക്ക് ഇഷ്ടപ്പെട്ടു, എൻ്റെ അടുത്ത പടത്തിൽ എനിക്ക് പാടാം എന്ന് പറഞ്ഞു. കേട്ടപ്പോൾ ഞെട്ടലും സന്തോഷമൊക്കെ ആയിരുന്നു. എങ്കിലും ഞാൻ വിശ്വസിച്ചില്ല. കാര്യം ഇങ്ങനെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. സിനിമയാണ്, അപ്പം അത് നടന്നെന്ന് പറയാൻ പറ്റുള്ളൂ.
അങ്ങനെ ഞാൻ കാത്തിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എനിക്കൊരു കോൾ വന്നു. തൃശ്ശൂർ ചേതന സ്റ്റുഡിയോയിൽ ഉടനെ തന്നെ ചെല്ലണം. അവിടെ ചെന്നു. ഞാൻ പാട്ട് പഠിച്ചു, പാടി. അച്ഛനോടൊപ്പം അക്കാലത്ത് ജോലി ചെയ്തിരുന്ന ഒരു പ്രശസ്തനായ എഴുത്തുകാരൻ കാനേഷ് പൂനൂരാണ് എൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഞാൻ തൃശ്ശൂർ ചേതന സ്റ്റുഡിയോയിലെത്തി പാട്ട് പഠിച്ചു. പാട്ട് എഴുതിയത് എൻ്റെ അച്ഛൻ്റെ കാലഘട്ടത്തിൽ തന്നെ പാട്ടുകൾ എഴുതിയിരുന്ന കാനേഷ് പൂനൂർ സാറാണ്. സംഗീതം ജെയ്സൺ ജെ നായർ. ഞാൻ പാടുന്നത് ജയറാമേട്ടന് വേണ്ടിയായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഒരുപാട് സന്തോഷമായി. കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ് ജയറാമേട്ടൻ. പാടി ഞാൻ തിരിച്ചു വീട്ടിലെത്തി. പിന്നീടും ഇങ്ങനെ കാത്തിരിപ്പാണ് എന്നാണ് സിനിമ ഇറങ്ങുന്നത് എന്നുള്ളൊരു വേവലാതിയും വെപ്രാളവും ഒക്കെ ആയിട്ട്. അങ്ങനെ ഒരു ഓണക്കാലത്താണ് ആ സിനിമ പുറത്തിറങ്ങുന്നത്. വെള്ളിയാഴ്ച സിനിമ ഇറങ്ങുന്നു എന്നറിഞ്ഞു. വ്യാഴാഴ്ച വൈകുന്നേരം അന്ന് ദൂരദർശനിൽ ഈ പാട്ട് കാണിച്ചു. ഞാൻ ഹാപ്പിയായി, വീട്ടുകാർ ഹാപ്പിയായി, ഫ്രണ്ട്സ് ഹാപ്പിയായി. പക്ഷെ പിന്നീട് എനിക്ക് ഡൗട്ടായി, ഇത് സിനിമയിലുണ്ടാകുമോ എന്ന്. പിറ്റേ ദിവസം തന്നെ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ സിനിമ കാണാൻ പോയി. ഞാനും എൻ്റെ ഫ്രണ്ട് ശിവനും അമ്മയും എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് അങ്കിൾ, അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ മണിയങ്കളും പടം കണ്ടു തുടങ്ങി. ഇന്റർവെല്ലായി. പടം ഏകദേശം ക്ലൈമാക്സിലെത്തി. പാട്ട് വന്നില്ല. ഞാൻ വിചാരിച്ചത് എന്താണ്, പാട്ടില്ലേ, ആകെ വിഷമമായല്ലോ എന്നിരിക്കുമ്പം ഏകദേശം പടം തീർന്നു എന്ന് ഇരിക്കുന്ന ഒരു സ്പേസിലാണ് ഈ പാട്ട് വന്നത്. പാട്ട് അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടു. ഐ എം ഹാപ്പി. ഈ അവസരത്തിൽ ഞാൻ ഐ എം താങ്കിങ് വി ആർ സുധീഷ് ആൻഡ് ഡയറക്ടർ ജയരാജ് ഫോർ ഗിവിംഗ് മീ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. അങ്ങനെയായിരുന്നു അല്ലേ ആദ്യത്തെ സിനിമയുടെ അനുഭവങ്ങൾ? ഈ ഓണ സീസണൊക്കെ ആകുമ്പോൾ ഏറ്റവും കൂടുതൽ ഓഡിയൻസിന് മുന്നിൽ പാടിയിരുന്ന ഓണപ്പാട്ട് ഏതായിരുന്നു? ഓണപ്പാട്ടുകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ ഓടിയെത്തുന്നുണ്ട്. എങ്കിലും ഞാൻ വേദികളിൽ പാടിയ പാട്ടുകൾ വളരെ കുറവാണ്. കാരണം എല്ലാ പാട്ടുകളും നമുക്ക് വേദികളിൽ പാടാൻ പറ്റില്ല, ആവശ്യപ്പെടാറില്ല. അങ്ങനെ പറയുമ്പോഴാണ് ശരിക്കും ഓരോ മലയാളിയുടെയും ജീവിതത്തിൽ തരങ്കിണി കാസറ്റ്സ് എന്ന ദാസാറിന്റെ, യേശുദാസാറിന്റെ കാസറ്റ് കമ്പനി ഇറക്കിയ പാട്ടുകളൊക്കെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഇത് പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഉത്രാടപ്പൂ നിലാവേ എന്നുള്ള പാട്ടും അങ്ങനെ കുറെ പാട്ടുകൾ. വിദ്യാസാഗർ സാറ് ഈണം പകർന്ന ഒരു ആൽബം ഉണ്ടായിരുന്നു ഓണത്തിന്റെ. അതിനകത്ത് ദാസാറ്, സുജാ ചേച്ചി, വിജയ് യേശുദാസ് ഇവരൊക്കെ പാടിയിട്ടുണ്ട്. അത് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ആൽബമാണ്. അതിലെ ആരോ കമഴ്ത്തി വെച്ചൊരു ഒട്ടുരുളി എന്ന് തുടങ്ങുന്ന പാട്ടും, പറനിറയെ പൊന്നിളക്കം, അല്ലെങ്കിൽ ചന്ദന വളയിട്ട്, അങ്ങനെയുള്ള പാട്ടുകളൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന പാട്ടുകളാണ്. സ്റ്റേജുകളിൽ കൂടുതൽ പാടിയിട്ടുള്ളത് പറനിറയും അല്ലെങ്കിൽ ഉത്രാടപ്പൂനിലാവയാണ്. ഉത്രാടപ്പൂനിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ 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 ഉത്രാടപ്പൂനിലാവേവാ. ഈ പാട്ടുകളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ പ്രവാസികൾക്ക് വല്ലാതെ ഗൃഹാതുരത ഉണർത്തുന്ന പാട്ടുകളാണ്. ഈ സംഗീത ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാൻ പറ്റുന്ന സമയം ഏതായിരുന്നു? ടേണിംഗ് പോയിന്റ് എന്നുള്ള ഒരു പോയിന്റിലേക്ക് എന്റെ ശ്രദ്ധ ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് എനിക്കില്ല. എല്ലാം ചവിട്ടുപടികളാണ്, അല്ലെങ്കിൽ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇന്ന് ഈ ഞാൻ, അല്ലെങ്കിൽ ഈ രാകേഷ് എന്ന കലാകാരൻ രൂപപ്പെടാൻ എനിക്ക് വേണ്ടി ഒരുങ്ങിയതും ഞാൻ ഒരുക്കിയതുമായ പടികളാണ് എന്റെ എന്താ പറയാ ടേണിംഗ് പോയിന്റ്. അത് എന്തു ആവാം. എന്നെ സംഗീതം പഠിപ്പിച്ച എൻ്റെ അച്ഛൻ മുതൽ തുടങ്ങുന്നു. എൻ്റെ ഗുരുനാഥന്മാര്, പിന്നീട് ആദ്യമായി കിട്ടിയ അവസരങ്ങൾ, സ്റ്റേജിലും റെക്കോർഡിങ്ങിനും ഒക്കെ, സിനിമയിൽ കിട്ടിയ അവസരങ്ങൾ, അങ്ങനെ മുന്നോട്ട്. പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, പണ്ട് ഏഷ്യാനെറ്റിലെ ഐഡിയ സ്റ്റാർ സിംഗർ എന്ന പ്രോഗ്രാം സീസൺ അനൗൺസ് ചെയ്തപ്പോൾ അവർ അതിന് പ്രഖ്യാപിച്ച ഒരു ഓഫർ എന്ന് പറയുന്നത്, വിജയിക്കുന്ന ആൾക്ക് മമ്മൂക്കയ്ക്ക് വേണ്ടി പാടാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം ഒരുക്കി കൊടുക്കും എന്നായിരുന്നു. ആ ഒരു പരസ്യം കണ്ട് ഞാൻ കുറച്ചു നേരം ഇങ്ങനെ സ്റ്റക്കായി നോക്കിക്കൊണ്ട് നിന്നു. ഒരു പക്ഷേ ഞാൻ അറിയാതെ ഞാൻ തന്നെ മാനിഫെസ്റ്റ് ചെയ്തതാവാം. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, അയ്യോ മമ്മൂക്കയ്ക്ക് വേണ്ടി പാടുന്ന ഒരു അവസരം എന്തായിരിക്കും അല്ലേ എന്നൊക്കെ. പക്ഷെ അത് വളരെ സ്വാഭാവികമായിട്ട് എന്നിലേക്ക് എത്തുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ്, തീർച്ചയായും സത്യസന്ധമായി ആഗ്രഹിച്ചാൽ അത് നമ്മുടെ കയ്യിൽ തന്നെ വരും. രാകേഷ് ഒരു നടനും കൂടിയാണ്. സംഗീതം എന്നതുപോലെ അഭിനയത്തോടും വലിയൊരു ഇഷ്ടമുണ്ടല്ലേ? എത്ര സിനിമകൾ ചെയ്തു? തീർച്ചയായിട്ടും അഭിനയിക്കാൻ വലിയ താല്പര്യമാണ്. അത് ഒരു പക്ഷേ നമ്മളെയൊക്കെ കണ്ടീഷൻ ചെയ്ത കുറച്ച് വ്യക്തികളുണ്ട്, മഹാരഥന്മാരായ അഭിനേതാക്കൾ. തീർച്ചയായിട്ടും അവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മൾ ഈ കലാരംഗത്ത് നിൽക്കുമ്പോൾ
അഭിനയിക്കാൻ ഒരു ത്വരയുണ്ടാവും. അങ്ങനെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അത് സ്റ്റിൽ ഇറ്റ് ഇസ് ദെയർ. ഇത് കൂടി പോകുന്ന അല്ലാതെ കുറയുന്നൊന്നുമില്ല. തീർച്ചയായിട്ടും എന്നെ സ്വാധീനിച്ച കുറേ അധികം നടന്മാരുണ്ട്. അല്ല, എടുത്തു പറയേണ്ടത് ഞാനൊരു കട്ട രജനികാന്ത് ഫാനാണ്. പിന്നെ നമ്മുടെ ലാലേട്ടൻ, മമ്മൂക്ക, അങ്ങനെ പോകുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങിയപ്പോൾ ഒരു ഉത്സാഹമായി, ഒരു ആവേശമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ഫ്രണ്ട് മനു ആനന്ദ് ഇങ്ങനെ പറഞ്ഞു, ഒരു റോൾ കൊണ്ട് ചെയ്യുന്നോ എന്ന് ചോദിച്ചു. ഞാൻ അതിനുവേണ്ടി ഒരുങ്ങി അഭിനയിച്ചു. ആ സിനിമയുടെ പേര് FIR എന്നാണ്. തമിഴ് പടമാണ്. വിഷ്ണു വിശാലാണ് അഭിനയിച്ചിരിക്കുന്നത്. അത്യാവശ്യം തെറ്റില്ലാത്ത ഒരു റോള് തന്നെയാണ് ചെയ്തത് അതിനകത്ത്. അപ്പോൾ ഈ കേൾക്കുന്നവരെല്ലാം ആമസോണിൽ പോയിട്ട് ആ പടം ഒന്ന് കാണണം. FIR എന്നാണ് പടത്തിന്റെ പേര്. പിന്നീട് ഇപ്പോൾ മിസ്റ്റർ എക്സ് എന്നുള്ളൊരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് ഈ വരുന്ന ദീപാവലിക്ക് റിലീസ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ വേറെ കുറച്ച് സിനിമകൾക്ക് വേണ്ടി ഓഡിഷൻസും കൊടുത്തിട്ടുണ്ട്. അവർ വിളിക്കുമ്പോൾ ഞാൻ പോയി അഭിനയിക്കും. ശ്രമങ്ങൾ തുടരുന്നു. എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു കാര്യം, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ക്യാരക്ടറെ പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. രാകേഷ് ബ്രഹ്മാനന്ദൻ എന്ന ഒരു മകനും ഒരു ഭർത്താവും ഒരു അച്ഛനും ഒരു സഹോദരനും ഒരു സുഹൃത്തും ഒക്കെ ആകുന്ന പാട്ടുകാരനായ രാകേഷ് ബ്രഹ്മാനന്ദനെ മാത്രമേ പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സിനിമാ നടന് ഒരുപാട് വേഷങ്ങൾ പ്ലേ ചെയ്യാൻ പറ്റാതെ എന്നെ ഒരുപാട് എക്സൈറ്റ് ചെയ്യിക്കുന്നു. പിന്നെ ആ ആർട്ടിനോടുള്ള ഒരു സ്നേഹവും ബഹുമാനവും ഒരു ആവേശമൊക്കെ ഉണ്ട്. നമ്മളെ തന്നെ ട്രാൻസ്ഫോം ചെയ്യിച്ചെടുത്ത് ആ ഒരു സ്പോട്ടിൽ കൊണ്ടു നിർത്തുകയും അവിടെ നമ്മുടെ ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളൊരു ഭയങ്കരമായൊരു താല്പര്യമുണ്ട്. അതാണ് എന്നെ ഡ്രൈവ് ചെയ്യിക്കുന്നത്. തീർച്ചയായിട്ടും ഇനിയും സിനിമകളിൽ ഞാൻ അഭിനയിക്കും, പറ്റുന്ന പോലെ. തീർച്ചയായും ഞാൻ സിനിമ കാണാം. ഇത് കേൾക്കുന്ന എല്ലാവരും ഈ സിനിമ കാണണം. രാകേഷിന്റെ ആഗ്രഹം പോലെ ഒരുപാട് നല്ല സിനിമകൾ രാകേഷിനെ കിട്ടട്ടെ. രാകേഷ് ഒരു സിനിമയ്ക്ക് വേണ്ടി സംഗീത സംവിധാനം ചെയ്തിട്ടുള്ളോ? മ്യൂസിക് കമ്പോസിംഗ് എന്നുള്ള ഒരു പ്രോസസ് എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്റെ ബാല്യകാലത്ത് ഞാൻ ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്ന ഒരു ജോലി ഒരു മ്യൂസിക് കമ്പോസർ ആവുക എന്നുള്ളതാണ്. കാരണം ഒരു ഷ്രെഡ് ഓഫ് ഐഡിയയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു തോട്ടിൽ നിന്ന് ഒരു പൂർണ്ണ ഗാനത്തിലേക്ക് എത്തുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ, അതെനിക്ക് വലിയ ഇഷ്ടമാണ്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് എവോൾവ് ചെയ്ത് വരുന്നതും എനിക്കൊരു ലഹരിയാണ്. പിന്നെ ഈ പാട്ട് അതിന്റെ എനർജി ഹിറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ ഉണ്ടാവുന്ന ഒരു എന്തോ ആയിക്കോട്ടെ, അത് സന്തോഷമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ആവേശമായിക്കോട്ടെ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, എന്ത് വികാരമായിക്കോട്ടെ, അതെനിക്ക് വളരെ എന്താ പറയുക, ഒരു വളരെ ഡിവൈനായിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. 2019 ഞാൻ ആദ്യമായി മലയാള സിനിമയ്ക്ക് വേണ്ടി സംഗീതം പകരുന്നത്. പ്രതിഭാധനനായ സംവിധായകൻ ശങ്കർ രാമകൃഷ്ണന്റെ പടമായിരുന്നു 18-ാം പടി. ഷാജി നടേശനാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. മൾട്ടി സ്റ്റാർ മൂവിയായിരുന്നു. മമ്മൂക്ക മുതലേ എല്ലാവരും ഉണ്ടായിരുന്നു ആ സിനിമയിൽ. അതൊരു മഹാഭാഗ്യം അങ്ങനെ ഒരു സിനിമയിൽ പാട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത്. അപ്പോൾ ശങ്കരേട്ടനുമായിട്ടുള്ള ഒരു സൗഹൃദമാണ് എന്നെ ആ സിനിമയിലേക്ക് എത്തിച്ചത്. പാട്ട് ഞാൻ ചെയ്തു, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. റിമി ടോമിയാണ് പാടിയത്. ഇന്നും എനിക്ക് നല്ലൊരു ഓർമ്മയാണ്. നല്ല എന്താ പറയാ, കുഞ്ഞു കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ശങ്കർ രാമകൃഷ്ണൻ ഫോർ ദ ഓപ്പർച്യൂണിറ്റി. ആ ലഹരി ഇനിയും ഞങ്ങളിലേക്കും പടരാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ. രാകേഷിന് പ്രേക്ഷകൻ നൽകിയ മനസ്സിൽ പതിഞ്ഞൊരു കമന്റ് ഏതാണ്? ഒരുപാട് വേദികളിൽ പാടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അത് വൻ ജനക്കൂട്ടത്തിന്റെ മധ്യയും അല്ലെങ്കിൽ മഹാരഥന്മാരുടെ മുമ്പിലൊക്കെ പാടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. പല രാജ്യങ്ങളിലും പല ദേശങ്ങളിലും പാടിയിട്ടുണ്ട്. ഒക്കെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. മിക്ക വേദികളിലും അച്ഛനോടുള്ള സ്നേഹവും താല്പര്യമാണ് എന്നോട് പങ്കുവയ്ക്കാറുള്ളത് പല ശ്രോതാക്കളും. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്, പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് ബാക്ക് സ്റ്റേജ് വന്നിട്ട് പരിചയപ്പെടും. അപ്പൊ അവര് ചോദിക്കും എന്താ പേര്? അത് രാകേഷ് എന്നാണ്, രാകേഷ് ബ്രഹ്മാനന്ദൻ. അപ്പൊ ബ്രഹ്മാനന്ദൻ ആരാണെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയാം എന്റെ അച്ഛനാണ് ബ്രഹ്മാനന്ദൻ. ഓ, ബ്രഹ്മാനന്ദൻ മകനാണോ? അത് ശരി, നന്നായിട്ട് പാടിയിട്ടോ, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ പരിചയപ്പെടാൻ വന്നത് എന്ന് പറയുമ്പോഴേക്ക് ആണ് ശരിക്കും. അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് ഓക്കെ, വി ആർ ഡൂയിങ് സംതിങ് വിച്ച് പീപ്പിൾ റിഗാർഡ്ലെസ് ടു മൈ ഡാഡ്സ് നെയിം ലൈക്കിങ് ഇറ്റ് എന്നുള്ള കാര്യം, അത് എനിക്ക് വളരെയധികം ഒരു എക്സെപ്ഷണൽ കമന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഓണം പോലെയുള്ള ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒരു ഗായകൻ എന്ന നിലയിൽ കൂടുതൽ അവസരങ്ങളെ നേടിത്തരാറുണ്ടോ? നമ്മുടെ നാട്ടില് 2 സീസൺസ് ആണ് പ്രകടമായിട്ടുള്ളത് കൂടുതൽ പരിപാടികൾ ചെയ്യാൻ. ഒന്ന് ഓണക്കാലവും ഒന്ന് ഉത്സവകാലവും. ഓണത്തിനുള്ള പ്രത്യേകത എന്ന് വെച്ചാല് നമുക്ക് ഒരുപാട് വിദേശ പരിപാടികൾ കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഈ കാണാത്ത സ്ഥലങ്ങളും കാണാത്ത ശ്രോതാക്കളെയും അല്ലെങ്കിൽ വ്യക്തികളൊക്കെ കണ്ട് പരിചയപ്പെടാനുള്ള അവസരം കിട്ടും. അപ്പോൾ
തീർച്ചയായിട്ടും ഓണക്കാലം നമുക്ക് അങ്ങനെ ഒരു അവസരം വഴി തുറന്നു തരുന്നു. ഉത്സവകാലത്തിലാണെങ്കിൽ പിന്നെ ഒരുപാട് ക്ഷേത്രങ്ങളും പള്ളികളിലും ഒക്കെ പാടാനുള്ള അവസരം കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം ഫെസ്റ്റിവൽസ് ആണല്ലോ നമുക്ക് എല്ലാവർക്കും ആഘോഷം. അതെ അതെ. രാകേഷ് UK-യിലും പല പ്രാവശ്യം സ്റ്റേജ് ഷോകൾ ചെയ്തിട്ടുണ്ട് അല്ലെ? ഉടനെ തന്നെ ലണ്ടൻ മലയാളികൾക്ക് രാകേഷിന്റെ പാട്ട് നേരിട്ട് ആസ്വദിക്കാൻ കഴിയുമെന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. 2015 MA UK എന്ന സംഘടനയാണ് എന്നെ ആദ്യമായിട്ട് UK-യിലേക്ക് കൊണ്ടുവരുന്നത്. അന്നത്തെ കമ്മിറ്റിയിലെ പ്രധാന സംഘാടകനായിരുന്ന പ്രകാശ് ചേട്ടനാണ് എന്നെ താല്പര്യം കാണിച്ച് അവിടെ എത്തിച്ചത്. ഗായകരായ സിത്താരയും അൻവർ സാദത്തും വയലിനിസ്റ്റായ ശബരീഷ് പ്രഭാകരും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. നല്ല 2 പരിപാടികൾ ക്രോയ്ഡനിലും ഈസ്റ്റ് ഹാമിലും ഞങ്ങൾ അവതരിപ്പിച്ചു. നല്ല കുറെ ഓർമ്മകളുമായിട്ടാണ് ഞാൻ മടങ്ങിയത്. തൊട്ടു പിന്നാലെ ബിജു ഫസ്റ്റ് റിംഗ് ഓൺലൈൻ സർവീസസ് നടത്തുന്ന ബിജുചേട്ടന്റെ മണിക്കിലുക്കം എന്ന പരിപാടിക്കും എനിക്ക് മുഖ്യ ഗായകനായി പാടാനുള്ള ഒരു അവസരം ലഭിച്ചിരുന്നു. 10ഓളം ഷോസ് ഞങ്ങൾ UK ഒട്ടാകെ അവതരിപ്പിച്ചു. 2 ആഴ്ച ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. നല്ല രസകരമായ അനുഭവങ്ങൾ നിറഞ്ഞ ഒരു യാത്രയായിരുന്നു അത്. പിന്നീട് ഞാൻ എത്തുന്നത് UK-യിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകനും ഒരു കലാകാരനും ഒരു ഇവന്റ് ഓർഗനൈസറും ഒക്കെ ആയ ജിബി ഗോപാലന്റെ പ്രോഗ്രാമിന് വേണ്ടിയായിരുന്നു. അദ്ദേഹം എനിക്ക് കുറെ അധികം ഷോസ് അവിടെ നൽകിയിരുന്നു. അതൊക്കെ ഞങ്ങൾ ചെയ്തു. കുറെ നല്ല ഓർമ്മകളുമായിട്ട് വീണ്ടും ഞാൻ അവിടെ നിന്ന് മടങ്ങി. പിന്നീട് ഇപ്പോഴാണ് എത്തുന്നത്. ഹോപ്പ്ഫുള്ളി ഇതും നല്ല കുറെ ഓർമ്മകളുമായിട്ട് എനിക്ക് മടങ്ങാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് സെപ്റ്റംബർ 20 കാണാം. തീർച്ചയായും ഞങ്ങളും കാത്തിരിക്കുന്നു. രാകേഷിനെ കാണാനും രാകേഷിന്റെ പാട്ട് കേൾക്കാനും ഒരുപാട് സന്തോഷത്തോടുകൂടി കാത്തിരിക്കുകയാണ്. ഇവിടെ വന്ന് ഷോയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഒരുപാട് പുതിയ നല്ല ഓർമ്മകളുമായിട്ട് തിരിച്ചു പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്കിപ്പോൾ പേഴ്സണലി ബ്രഹ്മാനന്ദ സാറിന്റെ ഒരു പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അത് പ്രിയമുള്ളവളെ എന്ന് തുടങ്ങുന്ന ഗാനം. പ്രിയമുള്ളവളേ പ്രിയമുള്ളവളേ നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം പ്രിയമുള്ളവളേ. താങ്ക് യു രാകേഷ്, താങ്ക് യു. രാകേഷിന്റെ പുതിയൊരു ഓണപ്പാട്ട് ഇറങ്ങുന്നുണ്ടല്ലേ? പുതിയ വേറെ വർക്കുകൾ ഏതൊക്കെയാണ്? യെസ് ജൂലി, പ്രിയപ്പെട്ട മലയാളികൾക്ക് വേണ്ടി വിജയ് യേശുദാസും കൂട്ടുകാരും ചേർന്ന് ഒരുക്കുന്ന ഒരു നല്ല അടിപൊളി ഓണപ്പാട്ട് ഒരുങ്ങി വരുന്നു. വിജയ് യേശുദാസിന്റെ ഓഡിയോ കമ്പനിയായ ദ വി കമ്പനിയാണ് ഈ പാട്ട് ഒരുക്കുന്നത്. വിജയ് യേശുദാസും രഞ്ജിനി ജോസും ഞാനും ചേർന്നാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. പാട്ട് എഴുതിയിരിക്കുന്നത് രജീഷ് പാലവിളയാണ്. സംഗീതം ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെയാണ്. കുറേയധികം സർപ്രൈസസ് ഈ പാട്ടിലുണ്ട്. അപ്പോൾ പാട്ട് ഉടനെ പുറത്തിറങ്ങും. അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ട് ആസ്വദിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുക എന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ പാട്ടിറങ്ങുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതെ, ആ ഓണപ്പാട്ടിനായും വളരെ ആവശ്യത്തോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട് രാകേഷ്. നമ്മൾ ഓരോരുത്തരോടും സംസാരിക്കുമ്പോഴാണ് അവരുടെ പ്രൊഫഷൻ എത്രത്തോളം അവരുടെ ജീവിതവുമായി മാറിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. രാകേഷിന്റെ അഭിനയവും സംഗീതവും ഇനിയും ഞങ്ങളെ ഓരോരുത്തരെയും കൂടുതലായി സ്പർശിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു ജൂലി, താങ്ക് യു സോ മച്ച്. ഒരുപാട് ഇന്റർവ്യൂസ് ചെയ്യാറുണ്ട്. ചിലതൊക്കെ വളരെ ആവറേജ് ആയിട്ട് നിൽക്കും, ചിലതൊക്കെ വളരെ ഭംഗിയായിട്ട് പുറത്തു വരാറുണ്ട്. അതെങ്ങനെ ഭംഗിയായിട്ട് പുറത്തു വരുന്നു എന്ന് ചോദിച്ചാല് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ മുന്നിലിരിക്കുന്ന ഇന്റർവ്യൂവർ അവര് എത്രത്തോളം നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നു, എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഫാക്ച്വലുമായിട്ടുള്ള വളരെ ജെനുവിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അതനുസരിച്ചിരിക്കും ആ ക്വസ്റ്റ്യൻസിന് വേണ്ടി അവരെടുക്കുന്ന ഒരു ഹാർഡ് വർക്ക് അല്ലെങ്കിൽ റിസർച്ച്. ഇറ്റ് മാറ്റേഴ്സ് ഓൺ ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദ ക്വസ്റ്റ്യൻ ടു ബി ആസ്ക്ഡ്. ജൂലി ഹാസ് ഗിവൻ മീ എ ലോട്ട് ഓഫ് വണ്ടർഫുൾ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ സിൻസിയറായിട്ട് വളരെ ഭംഗിയായിട്ട് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. I really appreciate your work. Thank you Radio Lime. Thank you Julie Ganapathy. We'll meet soon for the show Lala Awards organized by London Malayali Sahitya Vedi.
എൻ്റെ ബാൻഡും പെർഫോം ചെയ്യുന്നുണ്ട്. ഒപ്പം നവീൻ മാധവൻ, രവീന്ദ്ര മാഷിന്റെ മകനും പ്ലേബാക്ക് സിംഗറും അവിടെ എത്തുന്നുണ്ട്. നല്ലൊരു ഇവന്റ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. At the moment, I would like to thank G.V. Gopalan also for the opportunity. Thank you, thank you, thank you. രാകേഷ് പറഞ്ഞതുപോലെ വളരെ നല്ലൊരു അഭിമുഖമായിരുന്നു ഇത്. എന്റെ ചോദ്യങ്ങളൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കാത്തതും വളരെ നല്ല രീതിയിൽ മറുപടി പറയാൻ പറ്റിയെന്നും കേൾക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നല്ല വാക്കുകൾ കൊണ്ട് എന്റെ ഹൃദയം നിറഞ്ഞിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓണത്തിന്റെ എല്ലാ സൗന്ദര്യവും ഈ അഭിമുഖത്തിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. ഒരിക്കൽ കൂടി എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും 1000 ഓണാശംസകൾ. കൂടെ ഉണ്ടായിരുന്നത് ജൂലി ഗണപതിയാണ്. ഇത് റേഡിയോ ലൈവ് ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ.